ഹലോ, ഇവനൊന്നും 5 പൈസ കൊടുക്കരുത്. കള്ള കൂട്ടങ്ങളെ പറ്റുകള്. ഇവിടുന്ന് തെണ്ടിക്കൊണ്ടുവന്ന പൈസയെ ഡെയിലി 10 രൂപ പലിശക്ക് ബ്ലേഡിന് കൊടുക്കല ഇവരുടെ പ്രധാന പണി. സിറ്റിക്ക് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ വിലക്ക് വാങ്ങി വെക്കുന്ന റിയൽ എസ്റ്റേറ്റ് പരിപാടി വരുന്നുണ്ട്. പിള്ളേരെ കൊണ്ട് തെണ്ടിക്കുന്ന മുമ്പ് ഒരു സൈഡ് ബിസിനസ് ആട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ യുവമാരുടെ കയ്യിൽ നിങ്ങൾ കാശ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ചേച്ചേ, ഇതൊക്കെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. സത്യം എന്താണെന്ന് അറിയാതെ ആരും കുറ്റപ്പെടുത്തരുത്. കൊടുത്തോ വച്ചോ. നിനക്ക് നല്ല പനിയുണ്ടല്ലോ മോനെ, എന്തിനാ ഈ വെയിൽ കൊള്ളുന്ന? പനിയാണെങ്കിലും ധർമ്മം എടുത്തില്ലെങ്കിൽ അയാളെന്നെ അടിച്ചു കൊല്ലും. ഏതവനാ? ആ വാസു. മോന് പനിയാ? നമുക്ക് വെറുതെ പോയാലാ? ചുമയും പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ നിനക്ക് ജീവനുണ്ടല്ലേ ഉണ്ടാവും. എടാ, നീ ചത്താലും ജീവിച്ചാലും നമുക്ക് ഡെയിലി 100 രൂപ കിട്ടിയിരിക്കണം. അല്ലാത്തവനെ വെച്ച് പൊറിപ്പിക്കല. അത് മാത്രല്ല ഏട്ടാ, അവൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും കണ്ണ് കുത്തിയെടുക്കും. ചേട്ടാ, ഇവൻ നല്ല ഡാൻസർ ആയിരുന്നു. പിച്ച എടുക്കാൻ വേണ്ടി ഇവന്റെ കാല് വെട്ടി കളഞ്ഞ അദുഷ്ടൻ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അവന്റെ ആളുകളുണ്ടാവും. ജോലി തരാന്ന് പറഞ്ഞ് പുതിയതായിട്ട് വരുന്ന പിള്ളേരെ അവൻ കൂട്ടിക്കൊണ്ടുപോയി കൈയും കാലും വെട്ടി പിച്ച എടുപ്പിക്കും. ഒരു പ്രാവശ്യം അവന്റെ കൈപ്പെട്ട പിന്നെ ജീവിതകാലം മുഴുവനും അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ലേ? അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവൻ കൊന്നോളഞ്ഞ കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പറയുന്നതനുസരിച്ച് പേടിച്ച് ജീവിക്കുകയാണ്. അവനിപ്പോ എവിടെയുണ്ട്? എന്താണ്ട് ഒടിഞ്ഞു തൂങ്ങി നിന്ന് ഉറങ്ങണത്? നിനക്കെന്താ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു? 3 നേരം മൂക്കുമുട്ട കാറ്റനുണ്ടല്ല. കളക്ഷൻ ആണെങ്കിൽ ഈ പിച്ചുകൾ തന്നമാരിക്ക് നോട്ടായിട്ട് തന്നൂടെ? വെരിമാരി ഉപ്പച്ചില്ലറ എണ്ണി മനുഷ്യന്റെ നടുവടി. 1-ാം തീയതിയിലെ ടോട്ടൽ കളക്ഷൻ കാണുമ്പോ ലക്ഷ്മി ദേവിയുടെ ബാങ്കിന്റെ ലോക്കർ തുറന്നതുപോലെ ഉണ്ടാവൂടാ. അതൊക്കെ ആയിക്കോട്ടെ, എന്നാൽ ഇതൊരു ചീപ്പ് ലൈഫ് അല്ലേ അണ്ണാ? എടാ, അംബാനിയുടെ പണമാണേലും തെരുവുതിണ്ടിയുടെ പണമാണേലും മാർക്കറ്റ് റേറ്റ് ഒന്ന് തന്നെയാടാ. ചില്ലറയാണേലും നോട്ടാണേലും മാർക്കറ്റിൽ കൊണ്ടുപോയി മാറിയെടുത്താ പോരാടാ. ചില്ലറയെ കുറിച്ച് മുമ്പ് ഒരു കണക്ക് പറഞ്ഞു തരട്ടാ. ഇന്നത്തെ 4 അണ, നാളെ 50 പൈസ, നാളെ കഴിഞ്ഞ് 1 രൂപ. ഇങ്ങനെയായ മാസത്തിൽ എത്ര വരും? ആ കണക്ക് കൂട്ടിയെടുക്കാൻ നിന്റെ ഈ കാൽക്കുലേറ്ററും പോരാ, ഈ ചാക്കുകളും പോരാ. ഇതിന്ന് കിട്ടുന്ന വരുമാനം അറിഞ്ഞ ദാവൂദ് ഇബ്രാഹിമും ചോട്ടാരാജനും ഒക്കെ അവരുടെ അണ്ടർവേൾഡ് ബിസിനസ് അവസാനിപ്പിച്ച് ഇവിടെ വന്ന് ഈ തെണ്ടൽ ബിസിനസ് തുടങ്ങൂടെ. എന്റെ മോന്റെ വരവ് കണ്ടാടാ, ഹീറോ ലുക്കില്ലേ? എങ്ങനെയുണ്ട് ഡാഡി എന്റെ ഡ്രസ്? ഒരു 10 കോടി മുടക്കി നിന്നെ ഹീറോയാക്കി ഞാനൊരു പടം എടുക്കട്ടെടാ. നമ്മുടെ ഏരിയയിലെ പിച്ചക്കാര് കണ്ടാ തന്നെ പടം 100 ദിവസം ഒന്നും ശരിയാവില്ല. സോങ്ങും ഫൈറ്റും ഒക്കെ ചെയ്യേണ്ടി വരും. എനിക്ക് വില്ലനാ ഇഷ്ടം. ഇടി റേപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചെയ്യണത് അത് തന്നെയല്ലേ? സിനിമ ചെയ്യുമ്പോ എല്ലാവരും കാണും. ഇവനൊക്കെ ചാവേണ്ടവനാ. നമ്മ ഏരിയ വന്ന് നമ്മുടെ മകന്റെ മേല് കൈ വെക്കാൻ നീ വളർന്നാടാ. ഏരിയ മാറി അടിക്കാൻ ഞാൻ ലോക്കൽ ഗുണ്ടയല്ല. നിന്റെ കാല മകനെ തൊട്ടപ്പം നിനക്ക് നൊന്തുവല്ലേ? നീ ഇവനും കൂടെ ഉപദ്രവിച്ചിട്ടുള്ള കുട്ടിയൊക്കെ എന്തുമാത്രം വേദനിച്ച് കാണും. കള്ളിപ്പാലയുടെ പാലും സൈഡായിട്ടുണ്ടാവുക. അവളങ്ങനെ കരയും. ഒഴിച്ചോ? എടാ, പറയുന്ന കേക്കടാ. മര്യാദയ്ക്ക് അവനെ വിടാൻ. എന്താടാ ഈ അനാഥ തെണ്ടുകളെ രക്ഷിക്കാൻ നീ എന്താണ് മദർ തെരേസയുടെ കൊച്ചുമകനാ? നമ്മെ കുറിച്ചൊന്ന് പറയടാ. ഇവരോട് വിളച്ചെടുക്കല്ലേ അപ്പി? കാശിന് വേണ്ടി കൊച്ചുപിള്ളയുടെ കണ്ണും കുത്തി പൊട്ടിച്ച് കൈയും കാലും വെട്ടി ഭിക്ഷ എടുപ്പിക്കുന്നവരവര്. കരളും കൂമ്പും മൂത്ത് വരുന്ന പ്രായ നീ പോയി കൊച്ചുപിള്ളയുടെ അടുത്ത് കോട്ടി കളിക്കണം. വെട്ടിക്കൊല്ലടാ അവനെ.
ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? മനുഷ്യരോടും മൃഗങ്ങളെക്കാളും മോശമായിട്ട് പെരുമാറും. പുസ്തകം പിടിക്കേണ്ട കുരുന്ന് കൈകളിൽ പിച്ചപാത്രം പിടിപ്പിച്ച കൈയല്ലടാ ഇത്. അമ്മയുടെ മടി കിടന്നുറങ്ങേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന വിരലല്ലടാ ഇത്. അയ്യോ എന്റെ പൊന്നനിയ, അണ്ണനെ ഒന്നും ചെയ്യല്ലേ. അണ്ണന്റെ ബാഡിയിൽ ഇനി എല്ലുകളൊന്നും ഓടിയായില്ല. ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ ഇനി അണ്ണനെയും കൂട്ടേണ്ടി വരുമോ? എന്തിനാ ഇങ്ങനെ നോക്കണത്? ഈ ബോഡിയിൽ അടിച്ചു പൊട്ടിക്കാൻ ഇനി അണ്ണന്റെ തല മാത്രമേ ബാക്കിയുള്ളൂ. സാറേ, സല്യൂട്ട് അടിക്കാൻ പറ്റാത്തോണ്ടെന്ന് വിചാരിക്കല്ലേ. അണ്ണന്റെ കൈ പൊക്കാൻ പറ്റത്തോണ്ടാ. ഒരു റിക്വസ്റ്റ് ഉണ്ടേ, ജീപ്പിൽ കയറ്റാതെ ആംബുലൻസിൽ കൊണ്ടുപോയിക്കൂടെ? മരിക്കുന്നവരെ ജയിലിൽ കിടക്കാനുള്ള ഒരു പണി. ഇത്രയും റിസ്ക് എടുത്ത് ഇവരെല്ലാം രക്ഷിച്ചതിന് കൺഗ്രാറ്റ്സ്. ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല, നിങ്ങൾ ചെയ്യേണ്ട ജോലിയാ. ഞങ്ങളോ? യെസ്, മീഡിയ. റോഡിലൂടെ ഒരു ദിവസം മിനിസ്റ്റേഴ്സും മീഡിയാസും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അതേ റോഡിൽ ഭിക്ഷ എടുക്കുന്ന കൊച്ചുകുട്ടികളെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവരെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാറുണ്ടോ? TRP റേറ്റിംഗിന് വേണ്ടി അമിതാഭ് ബച്ചന്റെ ചെറുമകളുടെ പേരെന്താണെന്ന് അറിയാൻ SMS കോൺടെസ്റ്റ് നടത്താറില്ല നിങ്ങൾ? സൂപ്പർ സ്റ്റാറുകളുടെ 8 നിലയിൽ പൊട്ടിയ സിനിമകളുടെ ആൾക്കാരെ വിളിച്ചുകൂട്ടി ടോക്ക് ഷോ നടത്തി ചിരിച്ചുല്ലസിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഇവർ ഓർക്കാറുണ്ടോ? മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. നോക്കൂ, സ്വയം പുകഴ്ത്തൽ ആഗ്രഹിക്കാത്ത, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ബന്ധമില്ലാത്ത വ്യക്തിക്ക് പോലും അസുഖമാണെന്ന് അറിയുമ്പോൾ കാശ് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. ഇവരുടെ കാര്യങ്ങൾ അവരെ അറിയിക്കുക. ഇവരെ രക്ഷിക്കാനുള്ള വഴികളെ കുറിച്ച്, അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുക പ്ലീസ്. ഹീറോ ഈ ചേട്ടൻ തന്നെയാ. നമ്മൾ ലിക്കർ മാഫിയ, ഡ്രഗ് മാഫിയ എന്നിവയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഭയാനകമാണ് ഇവിടുത്തെ ഹ്യൂമൻ മാഫിയ. ഈ മാഫിയയെ ഇല്ലാതാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ചെറി എന്ന ചെറുപ്പക്കാരൻ. ചെറിക്ക് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും നിരവധി ആളുകൾ അഭിനന്ദനം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. He's a real hero. Even എനിക്ക്